Good morning. Good morning. Smithan, the coffee is getting ready. Morning coffee. ಅಪ್ಪಾಜಿ ಲೋ ಭಾಳ ನೀರು ಹರಿಯುತ್ತಲ್ಲ ಅಲ್ಲಿ ಮಾಡುವಂತೆ ಭಾಳ ಅಲ್ಲಿ ಹೇಳ್ಕೊಡ್ತೀನಿ. ಆಯ್ತಪ್ಪ, ಟೈಮ್ ಆಯ್ತಲ್ಲಿ. ഹലോ, ടുഡേ ഈസ് ഡേ 4 ഇൻ സോമർപേട്ട്. അങ്ങനെ ഞങ്ങളൊരു രാവിലെ 5:30 എണീച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. സോ ഗൈസ്, എങ്ങോട്ടാന്നല്ലേ, ഞങ്ങൾ നേരെ വിട്ടത് കോട്ടയപ്പെട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇറ്റ് വാസ് അബൌട്ട് 12 to 13 kilometers ഡിസ്റ്റൻസ് ഫ്രം സ്മിതാസ് ഹോം. ನನ್ನ ಬಟ್ಟೆ ಎಲ್ಲ ಗಲೀಜು ಮಾಡಿ ನೋಡಿ ಬಂದ. ಟಾಟಾ, ಬೈ ಬೈ. അങ്ങനെ ഇറങ്ങുന്ന നേരം കുറച്ചു നേരം ഇയാളെ കൂടെ കളിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ പോകുന്ന വഴി ഒരു കട കണ്ടു. അവിടുന്ന് ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലും കുന്നിൻ്റെ മേലിരുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ചായക്കുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കാമെന്നിട്ട് അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടി കയറിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ ഹിൽസിൻ്റെ അടുത്തെത്താനായപ്പോഴത്തേക്കും ഗൈസ് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ബിക്കോസ് കറക്റ്റ് സമയത്തായിരുന്നു സൺറൈസ് ആവുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായ ആ ഗ്രാസ് അതൊരു ബ്രൗൺ ഗോൾഡൻ ഗ്രാസ് ആയിരുന്നു. ബിക്കോസ് ആ സൺലൈറ്റ് എൻ്റെ മേലെ വീഴുമ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ഓഫ് റോഡ് താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ റോഡാണ്, പറ്റിയ സ്ഥലമാണ്. നല്ല കിഡിലൻ റോഡാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഇത്ര രാവിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങൾ മാത്രമല്ല, ഇവിടെ വേറെ കുറേ ആൾക്കാർ വന്നായിരുന്നു. പക്ഷെ ഗൈസ്, ഈ വീഡിയോയിൽ കാണുന്നതിനെയും കാട്ടി ഞങ്ങൾ കണ്ണിൽ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അടിപൊളി ഫീലാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ലൈക്ക് ഏതോ ഒരു ഫിലിമിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥലം. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കാണാൻ. ഫൈനലി ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് വിട്ടു.
അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ നല്ല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുപോയ നല്ല ചൂട് കോഫി ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കുടിച്ചു. പക്ഷെ ഞാൻ എൻ്റെതായ ഒരു സംഭവമുണ്ട്, കാണിച്ചു തരാം. യെസ് ഗൈസ്, ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ടാണ് പാർലേജ് കഴിച്ചത്. എനിക്ക് കോഫി അത്ര താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ട പാർട്ടീസ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോട്ടയപ്പെട്ട കയറാൻ തുടങ്ങി. ഇതിൻ്റെ മേലെ കയറിയിട്ട് ഈ കാണേണ്ട വ്യൂ ഒരു ഒന്നൊന്നര വ്യൂ തന്നെയാണ്. അടിപൊളിയാണ് കാണാൻ. എനിക്ക് ഈ മഗധീര മൂവിയൊക്കെ കണ്ട പോലെ അതിൽ കുറേ മലകളുണ്ടായില്ലേ, അതുപോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫണ്ണൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്തു അവിടെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുറേ ജെറ്റ് കണ്ടു. ഏത് സ്പോട്ടിൽ നിന്നാണ് ഇത് വരുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുളിമുട്ടായി, പിന്നെ ഇങ്ങനെ കളറിലുള്ള മുട്ടായി, ഇതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ആ ഫ്രഷ് എയറിൽ മെഡിറ്റേഷനൊക്കെ ചെയ്തായിരുന്നു ഞാൻ. ಈ ದೈತ್ಯವಾದ ಗುಹೆಯಲ್ಲಿ ವಾಸವಿದ್ದ ಒಬ್ಬ ದೊಡ್ಡ ರಾಕ್ಷಸ. ಹೀಗೂ ಉಂಟೆ ಬಂದ ನೋಡಿ ಸ್ವಲ್ಪ ಮಲಯಾಳಂ ಮಾತಾಡ್ರು, ನನ್ನ ಮಲಯಾಳಂ ಬ್ಲಾಗಿಗೋಸ್ಕರ. ನಾವು ತೆಂಡಿ ತೆಂಡಿ ಆಮೇಲೆ ಚಕ್ಕ ಆಮೇಲೆ ಓಕೆ. അങ്ങനെ അവിടുത്തെ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ആസ് ഐ സെഡ് ബിഫോർ, ഓഫ് റോഡ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്ന് എൻജോയ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് റോഡാണ് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർക്ക്.
അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ദുഷി പറഞ്ഞു ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് റിസോർട്ട് കൂർഗത്ത് എവിടെയാണുള്ളത്, മോൺട്രോസ് എന്ന് പറയുന്ന റിസോർട്ടാണ്. ಏನ್ ನೋಡಿಸ್ತಿದ್ಯಾ? ഈ കാണുന്ന വേറെ ഒന്നുമല്ല, ഞാൻ പാമ്പിനെ ഓടിക്കുന്ന. പാമ്പോടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങളൊരു വയലിൽ പോയി. എനിക്ക് ഒത്തിരി ക്രേസാണ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ. സോ ഞാനത് പറിക്കാൻ വേണ്ടി ആ വയലിൽ കയറി അതൊക്കെ. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി സ്മിതയും അവരുടെ കസിൻസും പറഞ്ഞു ഇവിടെ ഒരു അരമന ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്തേന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കിപ്പോയപ്പോൾ അവിടെ കുറേ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ രാജാക്കന്മാരുടെ കാലത്ത് ചെയ്തു വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി. അവിടെ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നന്ദീൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. സോ ഈ ഒരു സ്പോട്ടിലാണ് അരമന ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വരുന്ന വഴി വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു ഇവിടെയല്ല വേറെ സ്ഥലമാണെന്ന് പറഞ്ഞു. ബട്ട് ഓൾ ദിസ് വർ ദ ലൈക്ക് ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ആർക്കും അറിയാത്തൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടി. ആക്ച്വലി ഇതിൽ കാണുന്ന 2 പേര് ഉച്ചയാകുമ്പോഴത്തേക്കും പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ ഞാനെങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി സമ്മതിച്ച് അവരെ നിർത്തിപ്പിച്ച് രാത്രി വരെ. അങ്ങനെ എല്ലാവരും കൂടി മെറിൻഡ കുടിച്ചു. മെറിൻഡ കുടിച്ചത് ഒരു ബിയർ കുടിച്ച് ബിൽഡപ്പായിരുന്നു. അങ്ങനെ 2 പേർക്ക് ബാംഗ്ലൂരിലേക്ക് നൈറ്റ് ബസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം വേഗം തന്നെ പാക്കപ്പ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് day 4. So thanks for watching my video. See you on next video. Bye.